അന്യമതസ്ഥരെ അനുകരിക്കുന്നത് ഹറാമാണെന്ന് പറയും. അന്യമതസ്ഥരെ നിങ്ങൾ ഏതെല്ലാം കാര്യത്തിലാണ് അനുകരിക്കാതിരിക്കുന്നത്? ഇനി ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അന്യമതസ്ഥൻ ഇത്രയധികം നജസ് ആകുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് അങ്ങനെ ജീവിക്കാൻ കഴിയുമോ? അഥവാ ഇങ്ങനെ ഒരു സംഗതി മുഹമ്മദ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഹമ്മദിന്റെ യുക്തി എത്രമാത്രമാണ്? പിന്നെ അതുപോലെ തന്നെ പാൻസ്, എനിക്ക് അറിയേണ്ട വളരെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യം, എന്തുകൊണ്ടാണ് പാൻസ് ഈ ആംഗിളിന് മുകളിൽ ധരിക്കണമെന്ന് പറയുന്നത്? അതിൻ്റെ യുക്തി എന്താണ്? എന്തെങ്കിലും ശാസ്ത്രീയത ഉണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ, നമുക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടുകയും ചെയ്യും, അത് നമുക്കിവിടെ ഇത് ചെയ്യുകയും ചെയ്യും. റീമാരേജ് ഓഫ് വൈഫ്, ഇസ്ലാമിക തത്വശാസ്ത്രം അനുസരിച്ച് ഒരു സ്ത്രീയെ നിങ്ങൾ ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അവൾക്കും നിങ്ങൾക്കും പരസ്പരം ഇഷ്ടമാണെങ്കിൽ വീണ്ടും റീമാരി ചെയ്യാൻ കഴിയുമോ? കഴിയും. അവളെ വേറൊരാൾ വിവാഹം ചെയ്തിട്ട്, സീ ദ പോയിന്റ്, വേറൊരാൾ വിവാഹം ചെയ്തിട്ട് ഡിവോഴ്സ് ചെയ്തിട്ട് ഇദ്ദ കാലഘട്ടം കഴിഞ്ഞാണ്. എന്താണ് അതിന്റെ യുക്തി? ആദ്യത്തെ വേണമെങ്കിൽ നിങ്ങൾ